നമസ്തേ. ഹലോ. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കുന്നത് എന്താണ്? സന്തോഷത്തോടെ ഇരിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് എവിടേക്കോ നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങളിലാവാം, നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചില മാനസിക സംഘർഷങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് സ്വയം സന്തോഷിക്കാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് സ്വയം സന്തോഷിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ സന്തോഷം വരുന്നത് എന്നും പുറത്തുള്ള ഒന്നിലും നമ്മൾ തേടിയാൽ ഈ സന്തോഷത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല എന്നും നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഫസ്റ്റ് ടിപ്പ് അതാണ്. സ്വയം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന സന്തോഷത്തെ നമ്മൾ അറിയണം. അതിനെ നമ്മൾ സ്വയം സ്നേഹിക്കണം. സ്വയം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ സന്തോഷത്തെ നമ്മൾ ആശ്രയിക്കാതിരിക്കുക. നിങ്ങളൊരു ചെറിയ കുഞ്ഞു കാര്യം ആഗ്രഹിക്കുന്നു, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നു ആ കാര്യം ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പാർട്ട്ണർ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. നേരെ മറിച്ച് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളൊരു കുഞ്ഞു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഒന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു, എന്തോ ആവട്ടെ, അത് നിങ്ങളൊന്ന് സ്വയം ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ സ്വയം കറക്റ്റ് ചെയ്യാൻ പറ്റും, സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് നമ്മുടെ വിജയത്തിൻ്റെ ഒന്നാമത്തെ താക്കോലായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് സമയമെങ്കിലും ഡെയിലി സൈലൻസിലിരിക്കണം. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്നത്തെ ഷെഡ്യൂൾസ് ഇന്നതാണ് എന്ന് പറഞ്ഞ് ലേഡീസാണെങ്കിൽ കുക്ക് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അന്നത്തെ വർക്ക് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ടെൻഷനാവുന്നു. പെട്ടെന്ന് തന്നെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ഫോൺ എടുക്കുന്നു. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ ഒരു 5 മിനിറ്റ്സ് എങ്കിലും നമുക്ക് വേണ്ടി മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും. ഞാൻ നിങ്ങളോട് ഒരത്ഭുതമായിക്കൊണ്ട് തന്നെ പറയുകയാണ്, അത് തന്നെയാണ് ഏതൊരു മനുഷ്യൻ്റെയും വിജയത്തിൻ്റെ പിന്നിലുള്ളത്. നമ്മുടെ കൂടെ ഇരിക്കേണ്ട ഏറ്റവും ഫസ്റ്റ് പേഴ്സൺ നമ്മൾ തന്നെയാണ്. ഒരു 5 മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം. ബാക്കിയുള്ള എല്ലാ സമയവും നിങ്ങൾ എല്ലാവർക്കും കൊടുത്തു, പക്ഷേ ആ ഒരു 5 മിനിറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ കൂടുതലായിരിക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടി ഇരിക്കുമ്പോൾ നമ്മളെ ബ്രീത്തിനെ ജസ്റ്റ് ഒന്ന് ഒബ്സേർവ് ചെയ്തുകൊണ്ട്, നമ്മുടെ തോട്ട്സൊക്കെ ഒന്ന് ഒബ്സേർവ് ചെയ്തുകൊണ്ട്, രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ഒരു ടു ഡു ലിസ്റ്റ് പോലെ ഇന്ന് എന്തൊക്കെ ചെയ്യണം അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ച് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര നല്ല പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ആ ഡേ മൊത്തം ഉണ്ടാവും. ആ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് നൽകും. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഒരു ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളെ കൂടെ നിങ്ങൾ അല്പസമയമെങ്കിലും ഇരിക്കാൻ തയ്യാറാവണം. ഓക്കെ. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങളെല്ലാവരും അല്പസമയം, ഇപ്പം നിങ്ങളൊരു 6 മണിക്കാണ് ഉണരുന്നതെങ്കിൽ നാളെ ഒരു 5:50 ഉണരാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മളെ ടൈം കുറച്ചുകൂടി കൂട്ടിയെടുക്കുക. ആ സമയം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. നിങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ വായിക്കുക, നാച്ചുറൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ